ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സാപ്പിൽ വന്നിട്ടുള്ളൊരു പുതിയൊരു അപ്ഡേഷനാണ്. ഈ അപ്ഡേഷൻ നേരത്തെ വാട്സാപ്പ് ഇറക്കിയതാണ്. വീണ്ടും ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വിട്ടേക്കണ സംഭവമാണ്. അപ്പോൾ നിങ്ങളാരും ശ്രദ്ധിക്കാതെ പോയ സംഭവമാണ്. പണ്ടൊക്കെ നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. ഇപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ വാട്സാപ്പ് അത് നല്ല അപ്ഡേഷൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ചുവന്നാണ് കിടക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് അമർത്തുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ വാട്സാപ്പ് എടുത്തിട്ടുണ്ട്. വാട്സാപ്പ് എടുത്തിട്ട് നമ്മളൊരു ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് ചാറ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നോർമലായിട്ടുള്ളൊരു ചാറ്റിങ് ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ കാണുന്നത്. അതിന് പകരമായിട്ട് നമ്മളൊരു ചെറിയ ചേഞ്ചസ് വരുത്താൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഈ 3 കുത്തമർത്തുക. അതിനുശേഷം താഴെ കാണുന്ന സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ അമർത്തുക. അതിനുശേഷം ചാറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ 5ാമത് കാണാൻ കഴിയും, അതമർത്തുക. അതമർത്തിയതിന് ശേഷം രണ്ടാമത് കാണുന്ന ഡീഫോൾട്ട് ചാറ്റ് തീം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ചാറ്റ് തീം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പല രീതിയിലുള്ള ചാറ്റ് തീമുകളൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാറ്റ് തീം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിനായിട്ട് മുകളിൽ കാണുന്ന ഈ ആരോയിൽ ഞാനിവിടെ ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആരോയിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ ടിക്കിൽ പച്ച കളറിലുള്ളതിൽ അമർത്തുക. അമർത്തി കഴിയുമ്പോൾ സെറ്റ് തീം എന്നുള്ളൊരു ഓപ്ഷൻ വരും. സെറ്റ് തീം കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന ചാറ്റ് കളർ, ചാറ്റിന് നമുക്ക് ഉപയോഗിക്കാവുന്ന കളർ ഓട്ടോമാറ്റിക്കായി അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇതിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും ചാറ്റിൻ്റെ കളറ് പച്ചയാണ്. അപ്പോൾ പച്ച കളറിൽ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ സെറ്റ് ചാറ്റ് കളറായി നമുക്ക് വാൾപേപ്പർ ചേഞ്ച് ചെയ്യാം. അത് ഫോണിലുള്ള ഫോട്ടോസും ചെയ്യാം. അതുകൂടാതെ സിസ്റ്റത്തിലുള്ള വാൾപേപ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ വാൾപേപ്പർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. അതിനുശേഷം ടിക്ക് അമർത്തുകയാണ്. അമർത്തി കഴിയുമ്പോൾ സെറ്റ് വാൾപേപ്പറും സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 3 ഓപ്ഷനും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാണുന്ന ചാറ്റ് ബോക്സ്, ആരുടെയെങ്കിലും ചാറ്റ് ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. നേരത്തെ കണ്ടതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചാറ്റ് ബോക്സാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.